ജോഷില, ഇന്നലെ കാട്ടാന ആക്രമണം വലിയ തോതിൽ വൈകാരികമായി ജനം അതിശക്തമായി രംഗത്ത് വരുന്നു. മാനന്തവാടി MLA-ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകല്ല. പക്ഷേ മുൻ മന്ത്രി OR കേളു ഈ വയനാട്ടിലെ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ എല്ലാം ചേർത്ത് നിർത്തി അങ്ങോട്ട് കണക്കിന് പറഞ്ഞു, കൃത്യമായി നിങ്ങളെ പലതും ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ വീഡിയോ ഗംഭീരമായി സോഷ്യൽ മീഡിയയിൽ ഓടി നടക്കുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രകോപനപരമായ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പോയത്. ഇന്നലെ കാട്ടാന ആക്രമണം എന്ന് പറയുന്നത് ഇപ്പോൾ പകൽ നേരങ്ങളിൽ പോലും കാട്ടാന വനം ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ട് കാട്ടാന ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ തകർന്ന് ജനങ്ങൾ ഇവരെ വിവരം അറിയിച്ചിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതൊന്നും തന്നെ നേരെയാക്കാൻ തയ്യാറായില്ല. ഫെൻസിംഗിൽ വൈദ്യുതി ചാർജ് കടത്തിവിട്ടിരുന്നില്ല കഴിഞ്ഞ ആഴ്ചകളിലൊന്നും തന്നെ. ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടാന രാജുവിനെ ആക്രമിക്കുന്നതും 10:30 രാവിലെ 10:00-ക്കാണ് രാജുവിനെ ആക്രമിക്കുന്നതും രാജു കൊല്ലപ്പെടുന്നതും. അത് കഴിഞ്ഞ് ജനങ്ങളാകെ രോഷാകുലരായി മാനന്തവാടി ആശുപത്രിയിൽ രാജുവിന്റെ മൃതദേഹം വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. എന്നാൽ 3 മണി വരെ അവിടെ സ്ഥലം MLA പോലും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പുലർച്ചെ 5 മണിക്കാണ് കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നാട്ടുകാരടക്കം നടത്തിയത്. സ്ഥലം MLA സ്ഥലത്തെത്തിയില്ല. 3 മണിക്കാണ് പ്രതിഷേധത്തെ തുടർന്ന് ഏറ്റവും അവസാന നിമിഷത്തിലാണ് സ്ഥലത്തെത്തുന്നത്. ഈ സാഹചര്യത്തിൽ പോലും നേരത്തെ മന്ത്രിയായിരുന്ന OR കേളു അവിടെ എത്തി ആ പ്രതിഷേധം അറിയിക്കുന്ന ആ സമയത്താണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് നേരത്തെ കളക്ടർ വരണമെന്നല്ലേ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് MLA വരണമെന്നല്ലേ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് കളക്ടർ വരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ അവരോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അത് മാത്രമല്ല, അപ്പോഴാണ് OR കേളുവിന് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. നേരത്തെ കൃത്യസമയത്ത് മന്ത്രിയായിട്ട് പോലും OR കേളു കൃത്യസമയത്ത് ആ ഒരു അപകടമുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായി എന്നറിയുമ്പോൾ ആ സ്ഥലത്ത് എത്തിയിരുന്നു. ആ നിമിഷം തന്നെ എത്തിയിരുന്നു. കാട്ടാന ആക്രമണമോ കടുവ ആക്രമണമോ ഉണ്ടായ ആ സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. എല്ലാ സംവിധാനങ്ങളും അവിടെ എത്തിയിരുന്നു. എന്നാൽ അക്കാലത്ത് ആ മൃതദേഹം എടുത്തുകൊണ്ട് മാനന്തവാടി സർക്കിളിൽ പോയി ഗാന്ധി പാർക്കിൽ പോയി നിന്ന് അനാവശ്യമായ സമരം നടത്തുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസുകാർ മാറിയിരുന്നു. എന്നിട്ട് അപ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് ചോദിക്കുന്നത്. അത് വ്യക്തമാണ് ജോഷില, വ്യക്തമാണ്. മുൻ മന്ത്രി മാനന്തവാടിയുടെ മുൻ MLA OR കേളുവാണ് ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. വയനാട്ടിൽ ഞാൻ ഓർക്കുന്നു, രാധ എന്ന സ്ത്രീയുടെ മരണം, അന്ന് മന്ത്രി കൂടിയായ MLA അടക്കം അവിടെ അറിഞ്ഞ് ഓടിയെത്തുന്നു, വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും കോൺഗ്രസ് പ്രവർത്തകർ അതിനെ രാഷ്ട്രീയമായി മാറ്റാൻ ശ്രമിക്കുന്നു. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യമോടെ MLA ഇല്ല എന്ന പരാതി, MLA-ക്കെതിരെ ആളുകൾ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ മന്ത്രി വരട്ടെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരട്ടെ എന്ന നിലപാട് ഇപ്പോൾ അതിനനുസരിച്ചെടുക്കുന്നു. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള വേർതിരിവും ഏകപക്ഷീയതയും മാധ്യമപ്രവർത്തനത്തിൽ അടക്കം മുൻപുണ്ടായതൊക്കെ അതിശക്തമായി ഇന്നലെ OR കേളു ചൂണ്ടിക്കാട്ടുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൂടിയാണ് ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചത്.